നമഃശിവായ. ഏവർക്കും ഭദ്രാമൃതത്തിലേക്ക് സ്വാഗതം. ഭദ്രകാളിയുടെ ആവിർഭാവത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇവിടെ പറയുന്നത്. നാനാവിധ പ്രകൃതിയായി പരിലസിക്കുമ്പോൾ ദേവിയുടെ അനേക ഭാവങ്ങളിൽ നിന്നും പ്രകടമായ ശക്തിവിശേഷങ്ങളെ പ്രകൃത്യാ കാണുമ്പോൾ കാറ്റായും അഗ്നിയായും മാരിയായും മഹാന്ധകാരമായും സമഷ്ടി പൃഥ്വിഭൂതമായും ധാരണ ചെയ്യുമ്പോൾ അഖില കർത്തൃകാരണയായ പരാശക്തിയുടെ പൂർണ്ണകലയുടെ വിന്യാസമാണ് നമുക്ക് കാണുവാൻ കഴിയുക. മഹാകാലനിൽ സ്പന്ദിക്കുന്ന സ്വേച്ഛ അഥവാ അഹം എന്ന ഭാവം തന്നെയാണ് ശക്തിയായ കാളിക. ശിവനെയും ശക്തിയെയും വേർതിരിക്കാൻ കഴിയാത്ത പോലെ മഹാകാലകാളിയെയും വേർതിരിക്കാൻ സാധിക്കില്ല. സ്ഥൂലഭാവത്തിൽ ഭഗവാൻ പരമേശ്വരൻ ശിവനാകുമ്പോൾ അതിസൂക്ഷ്മമായ ചിത്തിൽ കാലത്തെ അതിക്രമിക്കുന്ന കൊണ്ട് മഹാകാലനാവുന്നു. മഹാകാലനിൽ ശക്തി കാളിയുമാകുന്നു. ഈ വിശ്വപ്രപഞ്ചം യാതൊന്നിലാണോ സംഹരിക്കപ്പെടുന്നത് അഥവാ ലയിക്കുന്നത്, ആ മഹത്തത്വം തന്നെയാണ് മഹാകാളി. ഒരില പഴുത്ത് കൊഴിഞ്ഞു വീഴുമ്പോൾ, അല്ലെങ്കിൽ ഒരു നദി വറ്റി അതിൻ്റെ പ്രയാണം നിശ്ചലമാകുമ്പോൾ, ഒരു ജീവി തൻ്റെ പ്രാണൻ്റെ അവസാന ഗതിയിൽ എത്തുമ്പോൾ അഥവാ പ്രാണൻ വിടുമ്പോൾ, ഒരു വലിയ പ്രകാശത്തിന് അപ്പുറം ഒരു കൂരിരുൾ വീഴുമ്പോൾ, ഒരു ചിന്ത അസ്തമിച്ച് മറ്റൊരു ചിന്തയിലേക്ക് പോകുന്നതിന് മുൻപെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയുന്ന നിശ്ചല ബിന്ദുവിലാണ് കാളിയെ ധ്യാനിക്കേണ്ടത്. അതിനാൽ ഭഗവതിയെ മഹാശൂന്യ എന്നും വിളിക്കുന്നു. ആത്യന്തികമായി എന്താണ് ഭഗവതിയുടെ സംഹാരം എന്നു വെച്ചാൽ, വൃഷ്ടിസ്വരൂപമായ ജീവനിലെ സമഷ്ടിസ്വരൂപമായ അജ്ഞാനനാശത്തെ സൂചിപ്പിക്കുമ്പോൾ തന്നെ പ്രകൃതിയിലെ ഓരോ അണുവിൻ്റെയും തിരോധാന കാരണ ശക്തിയായി ദേവി പരിലസിക്കുന്നു. ഓം നമഃശിവായ. നന്ദികേശ്വര പ്രണാമം. ഭഗവാൻ ശൂലപാണി.